പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അപമാനമുണ്ടാക്കാൻ മറ്റു വിധത്തിലുള്ള പ്രവൃത്തികളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയത് എന്ന് സോളാർ കമ്മീഷന്റെ മുമ്പിൽ ബിജു രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ള മൊഴികളിൽ കൂടി വ്യക്തമായി കണ്ടിരിക്കുകയാണ്. ആത്മാഭിമാനമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എങ്കിൽ ഇന്ന് അദ്ദേഹം രാവിലെ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ രാജി സമർപ്പിക്കേണ്ടതായിരുന്നു. അന്വേഷണം നടത്തി ഈ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് തെളിയിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം ഞാനിനി ഈ മുഖ്യമന്ത്രി കസേരയിൽ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. എന്നാൽ ഒരിക്കലും അധികാരം വിട്ടൊഴിയാൻ ഉമ്മൻചാണ്ടി തയ്യാറാവുകയില്ല എന്ന് ഇന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാടോടുകൂടി വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തു പോയാൽ അദ്ദേഹം പിറ്റേ ദിവസം പൂജപ്പുര ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാത്തത്. ഈ മുഖ്യമന്ത്രിയും കൂട്ടരും ഈ വൃത്തികേടുകൾ മുഴുവൻ നടത്തുന്നത് ഈ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ഇവരെയൊക്കെ സെക്രട്ടേറിയറ്റ് പുറത്താക്കി ചാണകം തെളിക്കേണ്ടുന്ന കാലം വിദൂരമായിരിക്കുകയാണ്. ഇവരിരുന്ന സ്ഥലങ്ങൾ തന്നെ മലീമനമാസമാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നം നേരത്തെ ഉയർന്നു വന്ന സന്ദർഭത്തിൽ ഇതെല്ലാം നിഷേധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചെയ്തത്. ബിജു രാധാകൃഷ്ണൻ എനിക്കറിയില്ല എന്ന് ആദ്യം പറഞ്ഞു. സരിതാ നായരെ എനിക്കറിയില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ തെളിവുകളോടുകൂടി ഫോട്ടോകൾ, ഇവരെ ബന്ധപ്പെടുത്തുന്ന ഫോട്ടോകൾ പുറത്തു വന്നപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ആ നിഷേധം പിന്നീട് തുടരാൻ സാധിക്കാതെ വന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബിജു രാധാകൃഷ്ണനുമായി മുഖ്യമന്ത്രി 1 മണിക്കൂർ നേരം രഹസ്യ ചർച്ച നടത്തി. എന്തിനാണ് ഈ രഹസ്യ ചർച്ച എന്ന് അത് നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനത് പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല, കുടുംബകാര്യമാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ബിജു രാധാകൃഷ്ണൻ മൊഴി കൊടുത്തിരിക്കുകയാണ്, കുടുംബകാര്യമല്ല അന്ന് സംസാരിച്ചത്. സോളാർ ഇടപാടിൽ അതിൻ്റെ വിഹിതം എത്രയാണ് എന്ന് തീരുമാനിക്കുകയാണ് ആ ചർച്ചയെ ചെയ്തത് എന്ന് ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയില്ലേ. ടീം സോളാർ കമ്പനിയിൽ 60% ബിജു രാധാകൃഷ്ണൻ, 40% ലാഭം ഉമ്മൻചാണ്ടിക്ക്. ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാർമ്മികത്വത്തിൽ തട്ടിക്കൂട്ടിയ ഒരു തട്ടിപ്പ് കമ്പനിയായിരുന്നു ടീം സോളാർ കമ്പനി എന്ന് അന്ന് ഇടതുപക്ഷം ഉന്നയിച്ച ആക്ഷേപം ശരിവെക്കത്തക്ക വിധത്തിലുള്ള മൊഴികളാണ് ശിവരാജൻ കമ്മീഷന് മുമ്പിൽ ഇന്നലെ ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അന്ന് രഹസ്യ ചർച്ചയിൽ പറഞ്ഞ കാര്യം ഇന്നലെ ബിജു രാധാകൃഷ്ണൻ പുറത്തുവിട്ടു. തനിക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ട്, അത് തീർക്കാൻ തൻ്റെ ഗൺമാൻ 1.5 കോടി രൂപ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു എന്ന കാര്യം പുറത്തു വന്നില്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പണം തൃശ്ശൂരിലെ രാമനിലയത്തിൽ പോയി കൈമാറി എന്ന് വ്യക്തമായ തെളിവ് ബിജു രാധാകൃഷ്ണൻ ഇന്നലെ സോളാർ കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 5.5 കോടി രൂപ പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി കൊടുത്തു. അതിൽ 5 കോടി 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു, ബാക്കി മറ്റുള്ളവരെ ഏൽപ്പിച്ചു എന്നുള്ള മൊഴിയാണ് ബിജു രാധാകൃഷ്ണൻ നൽകിയത്. 5.5 കോടി രൂപ സോളാർ തട്ടിപ്പ് കമ്പനിക്കാരിൽ നിന്ന് വാങ്ങിയ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ? മുഖ്യമന്ത്രിക്ക് ടീം സോളാർ കമ്പനി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന് അന്ന് ചെക്ക് മുഖേന പണം കൊടുത്തു. ആ ചെക്ക് സ്വീകരിച്ച മുഖ്യമന്ത്രി പിന്നീട് ആ ചെക്ക് വണ്ടിച്ചെക്കായിരുന്നു എന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുന്നല്ലേ അന്ന് ആ ചെക്ക് വാങ്ങിവെക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. അന്ന് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ ശരിവെക്കുന്ന വിധത്തിലുള്ള തെളിവുകളാണ് സോളാർ കമ്മീഷന് മുമ്പിൽ ഇന്ന് ലഭ്യമായിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് സാധാരണ പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടാത്ത കാര്യങ്ങളാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലൈംഗിക അപവാദത്തിന്
ഒരു മുഖ്യമന്ത്രി വിധേയമാവുക എന്ന് കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സഖാവ് EMS മുതൽ സഖാവ് VS അച്യുതാനന്ദൻ വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചും ഉയർന്നു കേൾക്കാത്ത ആരോപണം ഇന്നത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഉണ്ടായില്ലേ? ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അന്വേഷിക്കണം. മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്നു വന്ന ആരോപണത്തെക്കുറിച്ച് KPCC അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? ഈ ആരോപണങ്ങളെല്ലാം പുകമറയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണോ അവരുദ്ദേശിക്കുന്നത്? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് രഹസ്യ ചർച്ച നടത്തിയത് രഹസ്യ ചർച്ചയല്ല, ഒരാളും കൂടി അന്ന് ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ആ പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ച സന്ദർഭത്തിൽ എന്തുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല? ഞാൻ ബിജു രാധാകൃഷ്ണനുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടില്ല, മറ്റൊരാൾ കൂടി അന്ന് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് അന്ന് വെളിപ്പെടുത്താത്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ഞാനെന്ന് സംസാരിച്ച കാര്യങ്ങൾക്കൊരു സാക്ഷിയുണ്ട് എന്ന്. ഇങ്ങനൊരു കള്ളസാക്ഷി ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഈ പ്രശ്നം ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ മുമ്പിൽ മൊഴി കൊടുത്തപ്പോൾ ഒരു കള്ളസാക്ഷിയെ ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി സൃഷ്ടിച്ചു എന്നതാണ് ഇത് നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരാൾ കൂടി അന്നത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് തന്നെ മുഖ്യമന്ത്രി പറയില്ലേ നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞാൻ രഹസ്യ ചർച്ച നടത്തിയിട്ടില്ല, അന്ന് ആ ചർച്ചയുടെ ഘട്ടത്തിൽ മറ്റൊരാളായിരുന്നു എന്ന് പറയാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ഒരാളും കൂടി അന്ന് ചർച്ചയിലുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇത് പുതിയൊരു സാക്ഷിയെ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഒരു സാക്ഷി പൂതായിട്ട് രംഗത്ത് അവതരിപ്പിക്കാൻ ഇന്ന് മുഖ്യമന്ത്രി തയ്യാറായത്. ഈ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ മുമ്പിൽ മൊഴി കൊടുക്കാതിരിക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചില്ലേ? കമ്മീഷൻ മുമ്പിൽ ഹാജരാകണമെന്നുള്ള സമൻസ് കിട്ടിയപ്പോൾ കമ്മീഷൻ മുമ്പിൽ രാധാകൃഷ്ണനെ ഹാജരാക്കാൻ ജയിൽ സൂപ്രണ്ട് തയ്യാറായില്ല. സോളാർ കമ്മീഷൻ താക്കീത് കൊടുത്തിട്ടും സൂപ്രണ്ട് തയ്യാറായില്ല. സൂപ്രണ്ട് ആ സന്ദർഭത്തിലൊക്കെ ഈ ബിജു രാധാകൃഷ്ണനുമായി ജയിലിൽ വെച്ച് ചർച്ച നടത്തുകയായിരുന്നു. പോയാൽ എന്തൊക്കെയാണ് മൊഴി കൊടുക്കേണ്ടത്, എന്തു കൊടുക്കാൻ പാടില്ല എന്ന് സാക്ഷിയെ പഠിപ്പിക്കുകയായിരുന്നു ജയിൽ സൂപ്രണ്ട് ചെയ്തത്. കോടതിയിൽ കമ്മീഷൻ മുമ്പിൽ ഹാജരാകാതെ വന്നപ്പോൾ കമ്മീഷൻ തന്നെ ശക്തമായ നിലപാടെടുക്കുകയും ജയിൽ DGPയോട് ആവശ്യപ്പെട്ടു. ജയിൽ DGP ഇടപെട്ട് ബിജു രാധാകൃഷ്ണനെ കമ്മീഷൻ മുമ്പിൽ എത്തിച്ചു. ആ നിലപാട് സ്വീകരിച്ച ജയിൽ DGP ലോകനാഥ് ബെഹ്റ ഇന്ന് ജയിൽ DGP സ്ഥാനത്ത് നിന്ന് മാറി. അദ്ദേഹത്തിന്റെ ജയിൽ DGP മാറ്റവും ഈ സംഭവവുമായുള്ള ബന്ധം അന്വേഷണ വിഷയമാകണം. ജയിൽ DGP ഇടപെട്ട് ഈ സോളാർ കമ്മീഷന്റെ മുമ്പിൽ ഹാജരാകണമെന്നുള്ള കമ്മീഷന്റെ തീരുമാനം നടപ്പാക്കാൻ ഇടപെട്ട ജയിൽ DGP ലോകനാഥ് ബെഹ്റക്ക് ജയിൽ DGP സ്ഥാനം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഒരു കേസ് അട്ടിമറിക്കാൻ ഈ ഗവൺമെന്റ് ഇടപെടുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായും മറ്റു മന്ത്രിമാർക്കെതിരായും യുവ കോൺഗ്രസ് MLA-മാർ, യുവ സിംഗങ്ങൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്, അവരൊക്കെ ഇതിൽപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിൽപ്പെട്ടാൽ മറ്റുള്ളവർ പെടുന്നതിന് അത്ഭുതമുണ്ടോ? ഇങ്ങനെ യൂത്തന്മാരും യുവതുർക്കികളും എല്ലാം കൂടി ചേർന്ന് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ സമൂഹത്തിൻ്റെ മേൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഷിബു ബേബി ജോൺ ആക്ഷേപിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തുള്ളവരല്ല ഈ ഗൂഢ ആലോചന നടത്തിയത് എന്ന് ഷിബു ബേബി ജോൺ നിയമസഭയിൽ പറഞ്ഞു. അപ്പോൾ ഭരണപക്ഷത്തുള്ള ആരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായത് എന്നുള്ള വിവരം ഷിബു ബേബി ജോൺ വെളിപ്പെടുത്തണം. പ്രതിപക്ഷത്തുള്ള ആളല്ല ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞ ഷിബു ബേബി ജോണിന് ഇത് സംബന്ധിച്ച വിവരമുണ്ടല്ലോ. ആരാണ് ഈ പ്രശ്നത്തിൽ പങ്കാളിയായിട്ടുള്ളത് എന്ന് അത് പുറത്തു കൊണ്ടുവരാൻ മന്ത്രിയായ ഷിബു ബേബി ജോണിന് ബാധ്യതയുണ്ട്. ഭരണകക്ഷിക്കകത്തുള്ളവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എന്നാണ് ഷിബു ബേബി ജോണിന്റെ ഇന്നത്തെ വെളിപ്പെടുത്തൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ UDF-നകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ, അവർ നടത്തുന്ന ഓരോ അഴിമതിയും വൃത്തികേടുകളും ഓരോ ദിവസവും പുറത്തു വരുന്ന സ്ഥിതിവിശേഷത്തിൽ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിയമസഭ ആരംഭിച്ചപ്പോൾ
ആദ്യം ഏറ്റെടുത്ത പ്രശ്നം ബാബുവിൻ്റെ അഴിമതിയായിരുന്നു. 10 കോടി രൂപ വാങ്ങി ബാബു. 10 കോടി വാങ്ങിയ ബാബു മന്ത്രിസഭക്കകത്ത്. 1 കോടി വാങ്ങിയ മാണി ഇപ്പൊ മന്ത്രിസഭയിൽ നിന്ന് പുറത്തായി. 10 കോടി വാങ്ങിയ ബാബുവിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു. ഇന്ന് വിഷണനായിരുന്ന കെ എം മാണി നിയമസഭയിൽ പങ്കെടുക്കാതെ മാറി നടന്നു. കെ എം മാണി ഇന്ന് നിയമസഭയിൽ ഹാജരായി. അദ്ദേഹം ഇന്ന് സുസ്മേരവധനായിരുന്നു. എന്നെ കെണിച്ച ചാണ്ടി നീയും കെടിഞ്ഞില്ലേ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുന്ന കെ എം മാണിയെ ഇത് നിയമസഭയിൽ ഞങ്ങൾ കണ്ടു. ഓരോ ദിവസം കഴിയും തോറും ഈ ഗവൺമെന്റ് കാട്ടിക്കൂട്ടിയ അഴിമതിയും അതിക്രമങ്ങളും വൃത്തികേടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വരും. ഞങ്ങളാണെങ്കിൽ ഈ നിയമസഭ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ജനകീയ പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായിട്ടാണ് നിയമസഭാ വേദിയെ ഉപയോഗിക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ പ്രശ്നം കേരളത്തെ ഗ്രഹിച്ചിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നം ഈ കേരളത്തിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ. ഒരു വ്യവസായം നടത്താൻ വന്നൊരു സ്ത്രീയെ എങ്ങനെയാണ് ചതിയിൽപ്പെടുത്തി ഇത്തരം കൃത്യങ്ങൾക്ക് വിധേയമാക്കിയതെന്നുള്ള വസ്തുതകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് ബിജു രാധാകൃഷ്ണനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പറയുന്നു അയാൾ കൊലക്കേസിലെ പ്രതിയല്ലേ. ആ കൊലക്കേസിലെ പ്രതിയായ അയാളുമായിട്ട് എന്തിനാണ് ഉമ്മൻചാണ്ടി ചർച്ച നടത്തിയത്? അതിന് ഉമ്മൻചാണ്ടി ഉത്തരം പറയണം. അതിന് ഉമ്മൻചാണ്ടി പറഞ്ഞത് അന്ന് ഇയാൾ ബിജു രാധാകൃഷ്ണൻ ആയിരുന്നില്ല, ഒരു ഡോക്ടർ നായരായിരുന്നു എന്നാണ്. ഡോക്ടർ നായരുമായിട്ടാണ് ചർച്ച ചെയ്തത്. ഈ ബിജു രാധാകൃഷ്ണനെ ആണെന്ന് എനക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇദ്ദേഹത്തിന് പോലീസ് ഇന്റലിജൻസ് ഇല്ലേ? ആ ഗസ്റ്റ് ഹൗസിന് ചുറ്റും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നതിനിടയിലല്ലേ ഈ ബിജു രാധാകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്? ആ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ ആ വിവരം കൊടുക്കാതിരിക്കുമോ? അറിഞ്ഞുകൊണ്ട് നടത്തിയ ചർച്ച. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് MI ഷാനവാസിന് അറിയില്ലേ ഇദ്ദേഹം ആരാണ് എന്ന്? ഇവരെല്ലാം കൂടി ചെന്നുപെട്ടിട്ടുള്ള ഈ വൃത്തികെട്ട കഥ ഈ കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ അപമാനപാത്രമാക്കിയിരിക്കുകയാണ്. മലയാളികൾക്ക് ഇത് തലയുയർത്തി നടക്കണം ലോകത്തിന്റെ മുമ്പിൽ. ഇത്രയും കാലം കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കുറിച്ച് മറ്റ് സംസ്ഥാനത്ത് ഒരു മതിപ്പായിരുന്നു. ഇത്തരം വൃത്തികേടുകളൊന്നും കാട്ടിക്കൂട്ടുന്നവരല്ല കേരളത്തിലെ രാഷ്ട്രീയക്കാർ. കേരളത്തിലെ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഒരു പൊതുചിത്രമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നതോടുകൂടി ഇതെല്ലാം നഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ കേരളത്തിലെ 3.5 കോടി മലയാളികളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഈ മുഖ്യമന്ത്രി രാജിവെക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടം. സോളാർ പ്രശ്നം ഉയർന്നു വന്ന കാലത്ത് ഈ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചു. നമ്മൾ അന്ന് ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണമാണ്. 12 ദിവസം നിയമസഭയിൽ സമരം ചെയ്തിട്ടും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാത്ത മുഖ്യമന്ത്രി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാപ്പകൽ സമരം നടത്തിയിട്ടും ജുഡീഷ്യൽ അന്വേഷണം പട്ടാളത്തെ ഇറക്കി. എന്നിട്ടും ഇവിടെ കൂടിയ ജനങ്ങൾ പിരിഞ്ഞു പോകാതെ വന്നപ്പോഴാണ് മന്ത്രിസഭാ യോഗം ചേർന്ന് പിറ്റേ ദിവസം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ എല്ലാവരും പിരിഞ്ഞുപോയി എന്നറിഞ്ഞപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി അന്വേഷണ പരിധിയിൽ വരില്ല എന്ന്. നമ്മൾ വീണ്ടും സമരം ചെയ്തു. ആ സമരത്തിന്റെ ഫലമായിട്ടാണ് സോളാർ കമ്മീഷൻ തന്നെ വിധി എഴുതി മുഖ്യമന്ത്രിയെ കുറിച്ച് അന്വേഷിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് അന്വേഷിക്കും. ആ സോളാർ സമരം പരാജയമായിരുന്നു എന്ന് പലരും നമ്മളെ നോക്കി പരിഹസിച്ചു. സഖാക്കളെ ഇന്ന് നമുക്ക് അഭിമാനിക്കാം, ആ സോളാർ സമരം വിജയകരമായിരുന്നു എന്ന് ഈ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ജുഡീഷ്യൽ കമ്മീഷൻ നടപടികൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ജുഡീഷ്യൽ അന്വേഷണം വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ജുഡീഷ്യൽ അന്വേഷണം നടന്നാൽ എപ്പെങ്കിലും ഒരു കാലത്ത് ഇത് പുറത്തു വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു ആദ്യം മുതൽ ജുഡീഷ്യൽ അന്വേഷണത്തെ മുഖ്യമന്ത്രി എതിർത്തുകൊണ്ടിരുന്നത്. ഇനി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കമ്മീഷന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ വെച്ച് തന്നെ ഈ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലായി. മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. ഈ കമ്മീഷന്റെ നടപടികൾ ഈ ഗവൺമെന്റ് കാലാവധി കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. കമ്മീഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരിടക്കാല റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ക്രിമിനൽ നടപടിക്ക് മുഖ്യമന്ത്രിയെ വിധേയമാക്കണം.
ഇത് സംബന്ധിച്ചുള്ള പ്രത്യേകമായ അന്വേഷണം നടത്തണം. ഇത് നേരത്തെ രജിസ്റ്റർ ചെയ്ത ശ്രീധരൻ നായർ കൊടുത്ത കേസ്, അതിലാണ് ജോപ്പൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജോപ്പന്റെ ജയിലോട് കൂടി അന്വേഷണം നിന്നു. ബാക്കിയുള്ളവരൊക്കെ മുഖ്യമന്ത്രി ഇടപെട്ട് രക്ഷപ്പെടുത്തി. അതുപോലെ ഈ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ ഉള്ളൊരു അന്വേഷണം പ്രഹസനമായി മാറാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഉമ്മൻചാണ്ടിയെ പ്രതി ചേർത്ത് കേസ് അന്വേഷിക്കാൻ തയ്യാറാകണം. ഈ പുറത്തു വന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അന്വേഷണം നടത്തിയാൽ അന്വേഷണം നിഷ്പക്ഷമാവില്ല. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയുന്നുകൊണ്ട് ഈ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളെ സംബന്ധിച്ചും ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ ഇടതുപക്ഷത്തിന്റെ സമരം തുടരും. അതുകൊണ്ട് വിവിധ രൂപത്തിൽ മുഖ്യമന്ത്രി രാജിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ഈ സോളാർ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിനുള്ള പോരാട്ടം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭയിൽ ആരംഭിച്ചിട്ടുള്ള സമരം പുറത്തും ജനങ്ങൾ ഏറ്റെടുക്കും. അതിന്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ജനങ്ങൾ ഈ സമരവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തിപ്പെടും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. അഭിവാദ്യം.